അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനും ലിന്നും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ലിൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, നമുക്ക് പുറത്ത് പോയി ഇഫ് യു വോണ്ട്, ഇങ്ങനെയാണ് പറഞ്ഞത്, ഇഫ് യു വോണ്ട് നമുക്കൊന്ന് ഡിന്നറിന് പുറത്ത് പോയാലോ എന്ന്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, എനിക്ക് എപ്പോഴും ലിന്നാണ് എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്ത് തരുന്നത്. സോ ഐ തോട്ട് ലൈക്ക് വൈ നോട്ട്, ഞാൻ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് കൊടുത്താൽ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് പ്രോൺസ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയായിരുന്നു. എനിക്ക് അറിയില്ല എത്രത്തോളം നല്ലതാണെന്നുള്ളത്. അപ്പം കൈൻഡ് ഓഫ് സർപ്രൈസ്, കാരണം ലിന്നിന് എപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഷീ ഈസ് വെരി ഹാപ്പി ആൻഡ് അതിന് നമ്മൾ പ്രൈസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം ലിന്നിന് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ടുഡേ ഞാൻ എന്തായാലും ഒരു സംഭവം ഉണ്ടാക്കി ലിന്നിന് കൊടുക്കണം എന്നുള്ളത്. അപ്പം ഞാൻ പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഫ്രൈഡ് റൈസ്. അപ്പോൾ പോകാം അല്ലേ, പോകാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒന്ന് പുറത്ത് പോകാം, കാരണം ലിന എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു പുറത്ത് പോകണം എന്നുള്ളത്. അപ്പോൾ ഒന്ന് പുറത്തും കൂടി പോയിട്ട് തിരിച്ച് വന്നിട്ട് ഡിന്നർ കഴിക്കാം എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഐ ഡോണ്ട് നോ എത്രത്തോളം ഇത് വർക്കൗട്ട് ആകും എന്നുള്ളത്, കാരണം ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഐ ഫീൽ ലൈക്ക് ഓക്കെ ഗുഡ്, കാരണം ടു സ്പൈസി അല്ല. നമുക്ക് നോക്കാം. അങ്ങനെ ദേ ലിനേയും കൂട്ടി ഞാൻ പുറത്തു പോയി. അപ്പം ഞങ്ങളിങ്ങനെ പോകുന്ന വഴിയിൽ ലിന എൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് ഇനി ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനുള്ളതെന്ന്. കുറേ ഉണ്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്, പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ പബ്ബിൽ പോയിട്ടില്ല, എന്നെ ഒന്ന് കൊണ്ടുപോകൂ എന്ന് ചോദിച്ചപ്പോൾ അതിനെന്താ ബാ എന്ന് പറഞ്ഞ് എന്നെ ഒരു ഐറിഷ് പബ്ബിലേക്കാണ് കൊണ്ടുപോയത്. ഞങ്ങൾ അവിടെ ഒരു 1 hour സ്പെൻഡ് ചെയ്തായിരുന്നു. ഞാനൊരു ലൈറ്റ് ബിയറും ലിൻ ഒരു കോഫിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോയത്. ഞാനൊരു പ്രോൺസ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ ഡിന്നർ. എനിക്കൊരു ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു അത് സ്പൈസി ആണോ എന്നുള്ളത്, പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ലിൻ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടെന്നുള്ളത്. അത് കേട്ടപ്പോൾ തന്നെ സന്തോഷമായി. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ.